ഏഷ്യാ കപ്പിന് ഫൈനൽ ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതൊരു സ്വപ്ന ഫൈനലായി മാറിയിരിക്കുന്നു. ഇന്നലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചതോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന ഫൈനൽ യാഥാർത്ഥ്യമാകുന്നത്. ഞായറാഴ്ച ഫൈനൽ മത്സരം നടക്കും. അപ്പോൾ ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ നേരിടാനിറങ്ങുകയാണ്. 2 മത്സരങ്ങൾ പാകിസ്ഥാനുമായി ഈ ഏഷ്യാ കപ്പിൽ ഇന്ത്യ കളിച്ചിരുന്നു. 2ലും ഇന്ത്യക്കായിരുന്നു ജയം. അത് വലിയ ആത്മവിശ്വാസം ഇന്ത്യയെ സംബന്ധിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഏഷ്യാ കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഏഷ്യാ കപ്പിന്റെ ഫൈനലിനുണ്ട്. ഏഷ്യാ കപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഫൈനൽ മത്സരം നടന്നിട്ടില്ല. പക്ഷേ ഫൈനലിനേക്കാൾ ആളുകൾ കാത്തിരുന്ന മത്സരങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വീറും വാശിയുമേറിയ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഫൈനലിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഞായറാഴ്ച ഏറ്റുമുട്ടാനിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. അതുമാത്രവുമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും യുദ്ധസമാനമായ സംഘർഷം ഉണ്ടാവുകയും ഓപ്പറേഷൻ സിന്ദൂർ സാധ്യമാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ഏഷ്യാ കപ്പിലേക്ക് ഇരു ടീമുകളും എത്തുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ അവിടെ കണ്ടതാണ്. ഹസ്തദാനം നൽകാതെ ഇന്ത്യൻ ടീം പോയത് വിവാദമായിരുന്നു. ആ മത്സര ജയം അത് പഹൽഗാമിൽ ജീവനറ്റ് വീണവർക്ക് വേണ്ടിയുള്ളതാണ് എന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞതാണ്. ഹസ്തദാനം വലിയ വിവാദമാക്കി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അവർ അതിന് ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു. മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന ഭീഷണി പാകിസ്ഥാൻ മുഴക്കി. റഫറിയെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം വെച്ചു. പക്ഷെ അവിടെയൊക്കെ പാകിസ്ഥാൻ നാണം കെടുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മത്സരത്തിനിടയിൽ ചില ചേഷ്ടകൾ അത് ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ നടന്നിരുന്നു. AK-47 ഉപയോഗിക്കുന്നത് പോലെ ബാറ്റ് കൊണ്ട് കാണിച്ച സന്ദേശവും ഒപ്പം തന്നെ 6-0 എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഉദ്ദേശിച്ച് നടത്തിയ ചേഷ്ടയുമൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഫൈനൽ എന്ന നിലയിൽ വലിയ പ്രാധാന്യം ഈ മത്സരത്തിനുണ്ട്. അതിൻ്റെ ജയപരാജയങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി കളിക്കാർ ഉറ്റുനോക്കുകയാണ്. ഇന്നലെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു പാകിസ്ഥാൻ ആരാധകൻ ഒരു കളിക്കാരനോട് എങ്ങനെയെങ്കിലും ഇന്ത്യ തോൽപ്പിക്കണം എന്ന് കേണപേക്ഷിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കളി എന്നതിനപ്പുറം ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുകൂടി കരുതണം. പാക് പേസർ ഹാരിസ് റൌഫിനോടാണ് ആരാധകൻ അഭ്യർത്ഥന നടത്തിയത്. വികാരാധീനനായി ഇന്ത്യയെ വെറുതെ വിടരുത് എന്ന് അപേക്ഷിക്കുകയാണ് ആ ആരാധകൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വൈകാരിക തലത്തിലേക്കൊക്കെ ഇതിനെ കൊണ്ടെത്തിക്കുന്ന, ഒരു കളിക്കപ്പുറമുള്ള പ്രാധാന്യത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽ മത്സരങ്ങളിൽ 5 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ അല്പം മേൽക്കൈയുണ്ട്. 3 തവണ പാകിസ്ഥാൻ ജയിക്കുകയും 2 തവണ ഇന്ത്യ ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതൊരു അല്പം മേൽക്കൈ പാകിസ്ഥാന് നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ പാക് ടീമിൻ്റെ സാഹചര്യങ്ങളും ഇന്ത്യൻ ടീമിൻ്റെ സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യൻ ടീം 2 കളികൾ അത് ആധികാരിക ജയത്തോടു കൂടി തിളങ്ങി നിൽക്കുകയാണ്. ബാറ്റിലും ഫീൽഡിങ്ങിലും എല്ലാം ഫോമിലേക്ക് ഉയർന്ന സാഹചര്യം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ടീമിൻ്റെ കാര്യം അതല്ല. പാകിസ്ഥാൻ ടീമിന് ആഭ്യന്തരമായി പോലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന മുൻ പാക് ക്യാപ്റ്റനായിരുന്ന ഇമ്രാൻഖാൻ പോലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എപ്പോഴും ഇന്ത്യ പാക് മത്സരം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് ആഭ്യന്തരമായി സൃഷ്ടിക്കുന്നത്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ജയം അനിവാര്യം എന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ മത്സരം വലിയ പ്രാധാന്യം രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം പ്രാധാന്യത്തോടു കൂടി ഉള്ളൊരു ഫൈനൽ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതൊരു കായിക ഇനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാഷ്ട്രങ്ങളാണ്. അതിനെ ഒരു കായിക ഇനമായി കണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ വേണം നമ്മൾ ആ മത്സരത്തിൻ്റെ
ഏത് റിസൾട്ടിനെയും സ്വീകരിക്കാൻ അതിനപ്പുറമുള്ള പ്രാധാന്യങ്ങൾ അതിന് കൊടുക്കാൻ പാടില്ല. അതിനപ്പുറമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കേണ്ടുന്ന സമയത്ത് അതിന് തക്കതായ മറുപടികൾ നമ്മൾ സൈനികമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ കൊണ്ടുവരേണ്ടതില്ല. കായിക ഇനങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അതിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അതിനപ്പുറം അത് ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും മറ്റൊരു വൈകാരികതയും അതിൽ കലർത്താതിരിക്കുക എന്നതാണ് വേണ്ടത്. നമുക്കൊരു ശക്തമായ 2 ടീമുകളുടെ ഏറ്റുമുട്ടൽ എന്ന നിലയിൽ ഞായറാഴ്ചത്തെ മത്സരത്തെ കാത്തിരിക്കാം. അവിടെ ഏത് ടീം വിജയിച്ചാലും അത് സ്പോർട്സിലെ സ്വാഭാവിക ജയപരാജയമായി കാണുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആ മത്സരത്തിനായി നമുക്കെല്ലാം തന്നെ കാത്തിരിക്കാം. അപ്പോൾ ഇത്രയും വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ സാധാരണയുള്ള സെഗ്മെൻറ്റുകളിലേക്ക് പോകാൻ ഇന്ന് സമയമില്ല. കാരണം നമ്മൾ 2 വാർത്തകൾ, ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള വാർത്തകളിലേക്കൊക്കെ പോയതിനാൽ നമ്മുടെ സമയം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരം